നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം, 2 പേർ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു മോഷണം. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡിൽ വെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ല. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഭാരതീപുരത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ BSNL ഓഫീസിന് സമീപത്തെ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രിമുക്ക് BSNL ഓഫീസിന് എതിർവശം പ്രവർത്തിച്ചിരുന്ന പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടത്തിയത്. 30 വർഷത്തിലേറെയായി 250-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയാണിത്. നിലവിൽ കശുവണ്ടിയുടെ ലഭ്യതക്കുറവ് മൂലം കുറച്ചു നാളുകളായി കമ്പനി പ്രവർത്തിക്കാത്ത സ്ഥിതിയിലാണ്. ഇവിടെ കൃഷിയും സെക്യൂരിറ്റിയുമായി ഒരാളുണ്ട് എന്നതറിയാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫാക്ടറിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്ന് മുറികളിലെ ഫാനുകൾ, മെഷീൻ പാർട്സുകൾ, 25ഓളം മോട്ടോറുകൾ, അലുമിനിയം പാത്രങ്ങൾ, ത്രാസുകൾ തുടങ്ങി 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കാരിക്കൽ സ്വദേശി മൊട്ട സുജിത്ത, മുളവന സ്വദേശിയായ ആദർശ് അപ്പൂസ് എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. സമീപ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. മുക്കടയിലുള്ള ആക്രിക്കടയിൽ നിന്നും തൊണ്ടിമുതലുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്നും ഇവരെ കൂടാതെ കൂട്ടുപ്രതികളുണ്ടെന്നും അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും കുണ്ടറ പോലീസ് പറഞ്ഞു. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് ഭാരതീപുരത്തു നിന്നും ഇയാളെ പിടികൂടിയത്. കാറിൽ നിന്നും 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അഞ്ചൽ, ഏരൂർ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച മദ്യവുമായി ഒരാളെ പിടികൂടിയത്. കടമാൻകോട് മുരളി ഭവനിൽ 52കാരനായ സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ രാത്രി ഭാരതീപുരം ജംഗ്ഷനിലായിരുന്നു പരിശോധന. ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. പിടിച്ചെടുത്ത മദ്യവും കാറും ഉൾപ്പെടെ ഏരൂർ പോലീസിനെ കൈമാറി. വൈദ്യപരിശോധനകൾ പൂർത്തീകരിച്ച് ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലിയും വിളക്കും ചെണ്ടമേളവും വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. മുണ്ടയ്ക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു താലപ്പൊലിയും ഘോഷയാത്രയും നടത്തിയത്. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് താലപ്പൊലിയും വിളക്കും ചെണ്ടമേളവും വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തിയത്. മുണ്ടയ്ക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ചോലക്കൽ ശ്രീ യോഗീശ്വര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം നടത്തി ത്രിവേണി ജംഗ്ഷൻ വഴി ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡാണ് ജലക്ഷാമം നേരിടുന്നത്. മിക്കയിടത്തും കിണറുകൾ വരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പായിക്കുളം ESI വാർഡിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ളത്. കിണറുകളെല്ലാം വറ്റിവരേണ്ട സ്ഥിതിയിലാണ്. കുടിവെള്ളം എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും ശൂന്യമാണ്. പുലർച്ചെ 1 മുതൽ 2 വരെ മാത്രമാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ഉണർന്നിരുന്ന് വെള്ളം ശേഖരിക്കാമെന്ന് വെച്ചാലും തുള്ളി മാത്രമായാണ് പലപ്പോഴും വെള്ളം കിട്ടുക. 1 മണിക്കൂർ കാത്തിരുന്നാൽ അര ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 മാസമായി ഒട്ടും വെള്ളമില്ല. ഇവിടെ 2 കെട്ടിടം കണ്ട് പാളം കയറിട്ട് പോരുക.
അല്ല ഒട്ടും അതിലും ഇല്ല, മോട്ടറും പിടിക്കത്തില്ല, ഒന്നുമില്ല, കോരുവാ 2 മാസം കൊണ്ട്. ഇല്ല 2 പാട്ടിൽ എനിക്ക് ഇല്ല, ഒഴിഞ്ഞ് തൊഴി കൊണ്ട് കുഴിക്കാനും ഒക്കുന്നില്ല. ഇത് തൊടി അടിഞ്ഞിരുന്നു പോയത്. പിന്നെ വെള്ളം ഇറക്കുക, ഇല്ല കറിയാ ഇറക്കും. വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും പമ്പ് ചെയ്യുന്ന വെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത്. ഇതേസമയം ചിലർ ടാങ്കുകൾ കുഴിച്ചിട്ടും മറ്റും നേരത്തെ തന്നെ വെള്ളം ശേഖരിച്ച് മാറ്റുന്നതായും പരാതിയുണ്ട്. വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. വെള്ളം ഒട്ടും അഥവാ വന്നാലും തുള്ളിയായിട്ടേ വരുത്തുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞേ വെള്ളം വരുത്തുള്ളൂ. പഞ്ചായത്തുകാരെ അറിയിച്ചു, വെള്ളം വന്നില്ല. വാട്ടർ അതോറിറ്റി അറിയിച്ചു, വെള്ളം വന്നില്ല. മെമ്പറെ വിളിച്ചു പറഞ്ഞു, മെമ്പർക്ക് അനക്കമില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഓഫീസിൽ ചെന്ന ആളില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ വെള്ളം മേടിക്കുവാണ്, 250 രൂപ കൊടുത്ത് മേടിക്കുവാണ്. ഇപ്പൊ റോഡ് പണി ആയതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ ഈ ഏരിയയിൽ അങ്ങ് വെള്ളമില്ല. ഇല്ല, പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നില്ല. വന്നതേ ഇല്ല, ഈ വർഷം വന്നതേ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. മെമ്പർ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പ്രദേശത്തേക്ക് റോഡ് പണി നടക്കുന്നതിനാൽ 7 ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ഇവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ കിലോമീറ്ററോളം മറ്റുള്ളവരുടെ വസ്തുവിൽ കൂടി നടന്ന് ദേശീയപാതയോരത്ത് എത്തേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി തന്നെ ഇവിടെ വരുന്നുണ്ട്. എ വിളിച്ചാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചാലും അവരാരും ഫോൺ എടുക്കാറുമില്ല. ഞങ്ങൾ നേരിട്ട് അവരെ ഓഫീസിൽ കാണാൻ ചെന്നാൽ അവരാരും ഓഫീസിലും ഇല്ല. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഓഫീസിൽ പോയി, അവരാരും ഇല്ല. പിന്നെ എ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, 2 ദിവസത്തിനകം വെള്ളം തരാമെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 10-12 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കിട്ടുന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടെ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഉറക്കൊഴിഞ്ഞ് ഇത്രയും വെള്ളം പിടിക്കുകയും വേണം. അത് പൊടി കുഞ്ഞുങ്ങൾ മൂത്രം മൂലമൊക്കെ വെള്ളം വരക്കാം കേട്ടോ. എന്തിനാ വേണ്ടോ, ഒന്നും ഞങ്ങൾക്ക് വെള്ളം തരണ്ട. ബില്ല് കിട്ടുമല്ലോ, അത് കട്ടായിട്ടാണ് നിൽക്കും. എന്തായാലും ഉറപ്പില്ലാട്ട് ഇതിന് ഒന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കത്തുമില്ല. ഇതിപ്പോ 2 മാസം കൂടുതലായി. പൊടി പോലെ ഇവിടുന്ന് ഇത്രയും പൈസ ഇവിടുന്ന് ജോലിയും വില ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യും? ഇത്രയും വീട്ടുകാർക്ക് വെള്ളം ഇല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യും? ജോലിയും വില ഇല്ലാത്തവർക്ക്, പണിയില്ലാത്തവർക്കൊക്കെ എവിടെ വെള്ളം മേടിക്കുന്നോ? ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തൊടിയൂർ അരമത്തുമടം വാർഡിൽ കുടിവെള്ളക്ഷാമം. കടുത്ത വേനലിൽ കിണറുകൾ വറ്റുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വെള്ളവും ലഭിക്കുന്നില്ല. മണപ്പള്ളി അഴകിയകാവിലെ കുഴൽക്കിണർ തകരാറിലായിട്ട് നാളുകളായി. കടുത്ത വേനലിൽ തൊടിയൂർ അരമത്തുമടം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. ഒട്ടുമിക്ക വീടുകളിലും കിണറുകൾ വറ്റിവരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമായിരുന്നു ഇവിടുത്തുകാർക്ക് ആശ്രയം. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലും നിലവിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. അരമത്തുമടം വാർഡിന്റെ വടക്കുഭാഗങ്ങളിൽ മണപ്പള്ളി അഴകിയകാവ് കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം നൽകിയിരുന്നത്. ഈ കുഴൽക്കിണർ തകരാറിലായിട്ട് മാസങ്ങളായി. പാവുമ്പ പാലമൂട്ടിലെ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. എന്നാൽ അപൂർവമായാണ് ഇവിടെ നിന്നും വെള്ളം ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തൊടിയൂർ അരമത്തുമടം വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം തൊടിയൂർ വിജയൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ നിന്ന് ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ദിവസവും ലഭിക്കുന്നില്ല. പല ഭാഗങ്ങളും താഴ്ന്ന പ്രദേശങ്ങളായതിനാൽ കിണറുകളിൽ ഓരുവെള്ളമാണ് ലഭിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ വിശിഷ്യ തൊടിയൂരിൻ്റെ വടക്കേ അറ്റമായ അരമത്തുമടം വാർഡിൽ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ജൽജീവൻ പദ്ധതി എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി. പക്ഷേ മിക്ക വീടുകളിലേക്കും പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഈ കടുത്ത വേനൽക്കാലത്ത് കിട്ടാനില്ല. പൈപ്പ് തുറന്നാൽ ഗ്യാസ് അല്ലാതെ മറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഈ അരമത്തുമടം ഭാഗത്താണെങ്കിൽ മണപ്പള്ളി അഴയകാവ്, തഴവ ഗ്രാമപഞ്ചായത്തിലെ മണപ്പള്ളി അഴയകാവിൽ പ്രവർത്തിക്കുന്ന കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. വടക്കൻ ഭാഗത്ത്, അരമത്തുമടം വാർഡിൻ്റെ വടക്കൻ ഭാഗത്ത്. പക്ഷേ ആ കുഴൽക്കിണർ തകരാറായിട്ട് മാസങ്ങളായി. ഇനി അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ പെരുമാറ്റച്ചട്ടം മാറി ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പാവുമ്പ പാലമുട്ടിലുള്ള കുഴൽക്കിണറിൽ നിന്നുമാണ് വല്ലപ്പോഴും ഇൻ്റർ കണക്ഷൻ നടത്തി അല്പമെങ്കിലും വെള്ളം ലഭിക്കുന്നത്. അത് ആഴ്ചയിലൊരിക്കൽ വന്നാലായി, ഇല്ലെങ്കിലായി. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലെ സ്ഥിതി വ്യത്യസ്തമല്ല. പുഴങ്ങോടി 17-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഇതുപോലെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നും ടാങ്കറിൽ വെള്ളം
സുലഭമായി എത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്, പേരിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലോ 4-5 ദിവസം കൂടുമ്പോഴോ ഓരോ ലിറ്റർ വെള്ളമോ 2 ലിറ്റർ വെള്ളമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ആവശ്യത്തിന് കുടിക്കുവാൻ സുലഭമായി ജലം ലഭിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് അടിയന്തരമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ, ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്താണ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF തീരദേശ മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭരതർ ക്രിസ്ത്യൻ വിഭാഗത്തിന് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭരതർ ക്രിസ്ത്യൻ വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LDF തീരദേശ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കിർത്താഡ്സ് 2016 കൊല്ലം മുന്നാക്കര കേന്ദ്രീകരിച്ച് നടത്തിയ അശാസ്ത്രീയമായ അന്വേഷണത്തെ തുടർന്നാണ് ഭരതർ ക്രിസ്ത്യൻ വിഭാഗം കൊല്ലത്തില്ലെന്നും ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റിന് അർഹതയില്ലെന്നും റിപ്പോർട്ട് നൽകിയത്. കണ്ണൂർ, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇതേ വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുമ്പോൾ കൊല്ലം മൂതാക്കരയിലുള്ളവർക്ക് മാത്രം ഇത് നിഷേധിക്കപ്പെടുന്നത് ഗുരുതര വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF തീരദേശ മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയത്തിൽ സർക്കാർ അനുകൂലമായി ഉത്തരവിട്ടിട്ടും താലൂക്ക്, വില്ലേജ് തലങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി സർട്ടിഫിക്കറ്റ് നൽകാൻ മടിയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പട്ടണത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്കും ഒരു തൊഴിലും ഇല്ലാത്തവർക്കും ഒക്കെ രാഷ്ട്രീയമുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നത് സാധാരണക്കാരും പാവപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് രാഷ്ട്രീയം. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയം കളിക്കുകയാണ്. പാവപ്പെട്ടവന് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി കളിക്കുന്നതിന്റെ പേര് രാഷ്ട്രീയം എന്നാണോ? അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥ സമൂഹത്തിന് തന്നെ കളങ്കം വരുത്തുന്ന ആളുകളല്ലേ? മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ തന്നെ പറഞ്ഞ എന്താ? ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞ എന്താ? എല്ലാ ജീവനക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഓരോ ഫയലുകളും നിങ്ങൾ നോക്കുമ്പോൾ ഓരോ സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് എന്ന് കണ്ട് അവരെ നടത്തി വലയ്ക്കാതെ അവർക്ക് അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നത് കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇതൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതികൂലമായി വന്ന റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അന്തിമ ഉത്തരവ് എന്തുവാകട്ടെ ഇപ്പം മുൻകാലങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന നിർദ്ദേശം നൽകാൻ കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് നടന്നത് എന്നുള്ളത് ആണ് ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. ഇന്നിങ്ങനൊരു സൂചന കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയല്ല. ബാബുകുമാർ, H. ബൈസിലാൽ, AM ഇക്ബാൽ, ബിജു, AK സവാദ, സത്താർ, മുസ്തഫ സുധീർ, ഇക്ബാൽ കുട്ടി, ദിലീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് നേരെ രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന് അക്രമത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ NGO യൂണിയൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ICUവിലായിരുന്നു സംഭവം. ശ്വാസമുട്ടലിന് ചികിത്സ തേടിയെത്തിയ വയോധികനാണ് ആക്രമണം നടത്തിയത്. ICUവിലുണ്ടായിരുന്ന കമ്പി കൊണ്ടാണ് ആക്രമിച്ചത്. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിന്റെ തലയ്ക്ക് പിന്നിൽ പൊട്ടലുണ്ട്. കഴുത്തിനും പരിക്കേറ്റു. സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ വയോധികന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ജീവനക്കാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് NGO യൂണിയൻ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണാർത്ഥം നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന്റെ സംരക്ഷണം നേടുന്ന ഒരു രോഗി അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യവും മർദ്ദനശേഷം അടിയന്തരമായി നമ്മുടെ ജീവനക്കാരൻ പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തെ നമ്മുടെ ജീവനക്കാർ തന്നെ ചേർന്നുകൊണ്ട് ജില്ലയുടെ അഭിമാനമായ NS ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന അത്യാസന്നമായ സാഹചര്യമാണ് സംസ്ഥാനമെമ്പാടും വാർത്തയായി പരക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ജീവൻ വളയം വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായ ആരോഗ്യ പ്രവർത്തകർ ഈ നാടിനെ സംരക്ഷിക്കുന്നത് കരുത്തായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് ഓക്കി കാലത്തെ, പ്രളയകാലത്തെ, കോവിഡ് കാലത്തെ മറക്കാൻ ഒരാളെങ്കിലും തീരുമാനിച്ചാൽ പ്രിയമുള്ളവരെ, നാട് പൊറുക്കുന്ന സംവിധാനമല്ല ആ ഓർമ്മയെന്ന് നമ്മളുടെ കൂട്ടായി പറഞ്ഞു വെക്കുക. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. ദീപ, ജില്ലാ വൈസ് പ്രസിഡന്റ് S. ഷാഹിർ,
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സജികുമാർ, ഡോക്ടർ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാതികൻ വി സാംബശിവൻ പുരസ്കാരം കരിവെള്ളൂർ മുരളിക്ക് 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാതികൻ തൈക്കാട് ശശിക്ക് കാതിക രത്ന പുരസ്കാരവും യുവകാതികൻ ശരൺ തമ്പിക്ക് കാതിക പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. സംവിധായകൻ AV തമ്പാന് സാംബശിവൻ സ്മാരക പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വി സാംബശിവൻ സാംസ്കാരിക സമിതിയും മേലൂട്ട് ശാരദാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ 24-ന് വൈകിട്ട് 5:30-ന് നടക്കാവ് മാർക്കറ്റ് മൈതാനിയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം മാധ്യമപ്രവർത്തകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അനുഗ്രഹ പ്രഭാഷണവും CPI നേതാവ് PS സുബാൽ MLA മുഖ്യപ്രഭാഷണവും നടത്തും. ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ, S ബാജി സേനാധിപൻ, T അരവിന്ദൻ, CR സുരേഷ്, R ഷാജി ശർമ്മ എന്നിവർ പങ്കെടുക്കും. വി സാംബശിവന്റെ 30ാം ചരമവാർഷിക ദിനമായ 23-ന് ചവറ സൗത്ത് മേലൂട്ട് തറവാട്ടുമുറ്റത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടക്കുമെന്ന് വി സുബ്രഹ്മണ്യൻ, R ഷാജി ശർമ്മ, R സന്തോഷ്, ജോഹന്നാൻ എന്നിവർ അറിയിച്ചു. സാംബശിവൻ സാംസ്കാരിക സമിതിയും മേലൂട്ട് ശാരദാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചടങ്ങാണ് 24-ാം തീയതി നടക്കാവ് മൈതാനത്തുള്ള മാർക്കറ്റ് മൈതാനത്ത് ചേരുന്ന സമ്മേളനത്തിൽ കൊടുക്കുന്നത്. അവാർഡ് ദാനമാണ്. സാംബശിവൻ സാംസ്കാരിക സമിതിയുടെ സാംബശിവൻ ദേശീയ പുരസ്കാരം കരിവെള്ളൂർ മുരളിക്ക്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിക്കും, കാതിക രത്ന പുരസ്കാരം ഞെക്കാട് ശശിക്കും, കാതിക ഞെക്കാട് ശശിക്കും, കാതിക പ്രതിഭാ പുരസ്കാരം ശരൺ തമ്പിക്കും, സാംബശിവൻ സാംസ്കാരിക സമിതിയുടെ പ്രതിഭാ പുരസ്കാരം സിനിമാ സംവിധായകൻ AV തമ്പാനും കൊടുക്കാൻ തീരുമാനം. ഇതിൽ ഇദ്ദേഹത്തിന് കരിവെള്ളൂർ മുരളിക്ക് 25,000 രൂപയും ഫലകവും പൊന്നാടയും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് നേതാവായിരുന്ന നെട്ടയം രാമഭദ്രൻ രക്തസാക്ഷി ദിനാചരണം നടത്തി. ഏരൂർ നെട്ടയത്ത് കോണത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവായിരുന്ന നെട്ടയം രാമഭദ്രന്റെ 16ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് നടത്തിയത്. ഏരൂർ നെട്ടയത്ത് കോണത്തായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BJP-യായി യാതൊരു ബന്ധവുമില്ല. അത് ആധികാരികമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പിലോ BJP-യുമായി ഡീൽ ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ CPM ആണ്. നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങിച്ചവർ ജയിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു വേദിയായി ഇതിനെ എടുക്കുന്നില്ല. ഇപ്പൊ രാമഭദ്രനെ ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് കൊല ചെയ്തതിന്റെ ബാലൻസ് ഷീറ്റ് ഈ പ്രദേശം BJP-യുടെ കൈകളിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്തു എന്നുള്ളത് മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യുമായി ഇപ്പോഴുണ്ടാകുന്ന ഡീലുകൾ വളരെ പരസ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലും അതിശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൊലപാതകത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഏരൂർ സുഭാഷാണ് പഞ്ചായത്ത് മെമ്പറായത്, അല്ലെ? ഈ വാർഡിൽ നിന്ന് സുഭാഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ പ്രദേശത്തെ BJP-യുടെ കൈകളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ കൊലപാതകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ മാറ്റം. രാമോദരന്റെ കൊലപാതകവും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പച്ചയായ ഒരു മനുഷ്യനെ വടിവാളിനെ വെട്ടി മൃതപ്രായനാക്കി ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് മൃഗങ്ങളെക്കാൾ മൃഗീയമല്ലേ? അതിനോട് സുഭാഷും വേണുഗോപാലും എല്ലാ ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അടുത്ത് വണ്ടിയിൽ കടന്നു പോകുമ്പോ എനിക്ക് തോന്നുന്നത് ആയൂര് വെച്ചാണ് വേണുഗോപാല വണ്ടിയിൽ കയറുന്നത്. ഈ സംഭവം അറിഞ്ഞിട്ടുമാണ് ആ രാമഭദ്രന്റെ മൃതപ്രായമായ ശരീരവുമായി പോകുന്ന വാഹനത്തിൽ വേണുഗോപാൽ ആയൂരിൽ നിന്ന് കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള യാത്രയാണ്. പക്ഷേ വഴിയിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകും എന്ന് രാമഭദ്രൻ പറയുക. ഞാൻ അകത്തില്ല എന്ന് പറയുക. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ഇവിടെ വെഞ്ഞാറമൂടി കയറി, ഇല്ലേ? അന്ന് രാത്രി 1:30 രാമഭദ്രൻ മരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ കൈകളിൽ മരിക്കുക.
മാനുഷിക ഹൃദയം എന്ന് പറയുന്നുണ്ടല്ലോ, അത് CPM-കാർക്കില്ലേ? ഇല്ല എന്നാണ് ഒരുപാട് സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയില്ലാത്ത ചില ആളുകൾക്ക് അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു പൊതു തത്വമെടുത്താൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാനുഷിക വികാരമില്ല. എതിരാളി എന്ന് കാണുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് എതിര്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ എതിര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പേരിലാണ്. കോൺഗ്രസ് ഏരൂർ മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ് അധ്യക്ഷത വഹിച്ചു. ഏരൂർ സുഭാഷ്, നെൽസൺ സെബാസ്റ്റ്യൻ, PB വേണുഗോപാൽ, SC സഞ്ജയ് ഖാൻ, CJ ഷോം, വെഞ്ചേമ്പ് സുരേന്ദ്രൻ, സാബു എബ്രഹാം, നെട്ടയം സുജി, ഡെനിമോൻ, പത്തടി സുലൈമാൻ, ബിജു ഐലറ, രാകേഷ്, ജോജോ വിൽസൺ, പ്രസന്ന, സന്ധ്യ, അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ KSRTC ജംഗ്ഷനിൽ സ്ഥിരം ട്രാഫിക് ഐലൻഡ് സ്ഥാപിക്കുന്നു. ആദ്യഘട്ടമായി കുഴൽക്കിണറിന്റെ നിർമ്മാണം തുടങ്ങി. 15 ദിവസത്തിനുള്ളിൽ ഐലൻഡ് പൂർത്തീകരിക്കുമെന്ന് PS സുപാൽ MLA പറഞ്ഞു. റൗണ്ട് അബൌട്ട് മാതൃകയിലാണ് ഐലൻഡ് നിർമ്മിക്കുന്നത്. പുനലൂരിന്റെ അടയാളങ്ങളായ തൂക്കുപാലം, 13 കണ്ണറപ്പാലം, പാലരുവി, കല്ലടയാർ, ശബരിമലയുടെ കവാടം എന്നിവയുടെ മാതൃകകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഐലൻഡ് നിർമ്മിക്കുന്നത്. പാലരുവിയുടെയും കല്ലടയാറിന്റെയും സാന്നിധ്യം ചിത്രീകരിക്കുന്നതിനായി വെള്ളത്തിനു വേണ്ടിയാണ് കുഴൽക്കിണർ കുഴിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് കൂടി സമാഹരിച്ച ആശയങ്ങൾ അവലോകനം ചെയ്താണ് അന്തിമ രൂപരേഖ തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് രൂപരേഖയും നിർമ്മാണവും. ആകെ 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണ ചെലവും പരിപാലന ചെലവും സ്ഥാപനങ്ങളുടെ പരസ്യം വഴി കണ്ടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഐലൻഡ് നിർമ്മാണത്തിന് 5 വർഷം മുമ്പ് തുടക്കം കുറിച്ചിരുന്നു. ഇതിനായി ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി തൂണുകൾ 2021 ഡിസംബറിൽ KSRTC ഡിപ്പോയോട് ചേർത്ത് മാറ്റി സ്ഥാപിച്ചു. 2022 ജൂലൈയിൽ കളക്ടർ നിയോഗിച്ചതനുസരിച്ച് നാറ്റ്പാക് അധികൃതർ സ്ഥലം പരിശോധിച്ചു. എന്നാൽ പിന്നീട് നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. നഗരസഭയുടെ സഹകരണത്തോടെ MLA ആണ് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതാ വിഭാഗത്തിന്റെയും മരാമത്ത് വകുപ്പിന്റെയും അനുമതി തേടുകയും വാഹന സാന്ദ്രത കണ്ടെത്താൻ സർവേ നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പുനലൂർ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിച്ചു വരികയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തു നിന്നുമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആശുപത്രിയിലെ ഫാർമസിക്ക് സമീപമായിരുന്നു കഞ്ചാവ് ചെടി വളർന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ആൾത്തിരക്കുള്ള ആശുപത്രി പരിസരത്ത് കഞ്ചാവ് ചെടി ഇത്രയും കാലം വളർന്നു നിന്നത് സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തുന്നത്. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിവരികയാണെന്ന് CI പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ആശുപത്രി പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം, 2 പേർ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു മോഷണം. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡിൽ വെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ല. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഭാരതീപുരത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.